സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ക്ഷാമബത്ത 20% കൊടുക്കണം. ശരിയാണ്. അതിനെത്ര വരും? 12,000 കോടി. ഒന്നുകൂടി പറഞ്ഞു, ഈ വർഷത്തെ ക്ഷാമബത്ത മാത്രമല്ല, അതിൽ കുടിശ്ശികയുണ്ട്. അത് 13,000 കോടി വരും. അത് ശരി. രണ്ടും കൂടി ചേർന്നാൽ ഏതാണ്ട് 25,000 കോടി രൂപ ഈ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഇനത്തിൽ കൊടുക്കണം. നമസ്കാരം. നവകേരള സദസ്സിലെ മുഖ്യന്റെ തള്ളുകളെല്ലാം പൊളിച്ചടുക്കി EP ജയരാജൻ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയ വാദങ്ങളെല്ലാം EP ജയരാജൻ തകർത്തെറിഞ്ഞു. പിണറായിയുടെ ധൂർത്ത് മൂലം സംസ്ഥാനത്തിനുണ്ടായ കടബാധ്യതയുടെ മുഴുവൻ കണക്കുകളും പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ജയരാജൻ ഇപ്പോൾ. കേരള ജനത ഇനിയുള്ള കാലം അത്രയും മുണ്ട് മുറുക്കി തന്നെ ജീവിക്കേണ്ടി വരും എന്ന് വ്യക്തമാക്കുന്നതാണ് ജയരാജന്റെ വാക്കുകൾ. കോടിയേരിയുടെ മരണശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്ന EP ജയരാജനെ തഴഞ്ഞ് MV ഗോവിന്ദൻ സ്ഥാനമേറ്റപ്പോൾ മുതൽ പാർട്ടിയോട് നീരസത്തിലാണ് ജയരാജൻ. പരസ്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും പലപ്പോഴും ഈ നീരസം അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്. MV ഗോവിന്ദൻ നടത്തിയ ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്നും EP ജയരാജൻ വിട്ടുനിന്നതും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു. തന്റെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള വൈദേകം ആയുർവേദ റിസോർട്ട് സംബന്ധിച്ച് സംസ്ഥാന സമിതി അംഗം P ജയരാജൻ നൽകിയ പരാതിയിൽ വിശദീകരണം നൽകിയിട്ടും പാർട്ടി നിലപാട് വ്യക്തമാക്കാതിരിക്കുന്നതായിരുന്നു അന്ന് EP-യുടെ പരിഭവത്തിന് കാരണം. അതേസമയം P ജയരാജൻ ജാഥയിൽ സജീവമാകുകയും ചെയ്തു. സ്വർണ്ണക്കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തില്ലങ്കേരിയിൽ CPM നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും P ജയരാജൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. തന്റെ ആരാധകരായ അനുയായികളെ പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായി തള്ളിപ്പറയുകയും ചെയ്തു. താൻ ശക്തമായി പാർട്ടിക്കൊപ്പം തന്നെയുണ്ട് എന്ന സന്ദേശമാണ് അന്ന് P ജയരാജൻ മുന്നോട്ട് വെച്ചത്. P ജയരാജന്റെ സാന്നിധ്യവും EP ജയരാജന്റെ അസാന്നിധ്യവും ചർച്ചകളിൽ ഏറെ നിറഞ്ഞു. വിവാദങ്ങൾക്കൊടുവിൽ പിണറായിയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അന്ന് EP ജയരാജൻ എത്തി. റിസോർട്ട് വിവാദത്തിൽ പാർട്ടിയോടകന്ന ജയരാജൻ അതൃപ്തി തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ജാഥയോട് അന്ന് നിസ്സഹകരണം പുലർത്തിയത്. എന്നാൽ പിന്നീട് പലപ്പോഴും പ്രത്യക്ഷത്തിൽ പിണറായിക്ക് അനുകൂലം എന്ന് തോന്നിപ്പിക്കുന്ന വിധം EP ജയരാജൻ നടത്തിയ പല പരാമർശങ്ങളും മുഖ്യമന്ത്രിക്ക് പാരയായി മാറുകയായിരുന്നു. തനിക്ക് നേരെ ഉയരുന്ന പല ആരോപണങ്ങൾക്കും നേരെ മൗനം കൊണ്ട് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അനാവശ്യമായി ഇടപെട്ട് വെല്ലുവിളികൾ ഉയർത്തി പിണറായിയെ കുഴപ്പത്തിൽ ചാടിക്കുകയായിരുന്നു EP-യുടെ വെല്ലുവിളികൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ പാർട്ടി രംഗത്ത് വരുമ്പോൾ കുടുക്കിലാവുന്നത് വീണ്ടും പിണറായി വിജയൻ തന്നെയായിരുന്നു. ഒരുപക്ഷെ അത് തന്നെ ആയിരുന്നിരിക്കാം EP ജയരാജന്റെ ഉദ്ദേശവും, മധുരമായ ഒരു പകരം വീട്ടൽ. ഇപ്പോഴിതാ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്ക് നിരത്തിയ ജയരാജൻ വീണ്ടും സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ക്ഷാമബത്ത 20% കൊടുക്കണം. ശരിയാണ്. അതിനെത്ര വരും? 12,000 കോടി. ഒന്നുകൂടി പറഞ്ഞു, ഈ വർഷത്തെ ക്ഷാമബത്ത മാത്രമല്ല, അതിൽ കുടിശ്ശികയുണ്ട്. അത് 13,000 കോടി വരും. അത് ശരി. രണ്ടും കൂടി ചേർന്നാൽ ഏതാണ്ട് 25,000 കോടി രൂപ ഈ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഇനത്തിൽ കൊടുക്കണം. കൊടുക്കേണ്ടത് തന്നെ. അതിനിവിടെ ആർക്കാ തർക്കമുള്ളത്? ഇനി അതിന് പുറമെ അവർ എഴുതിയത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ആ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് 3 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല. അത് എഴുതിയത് 2,400 കോടി ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. അതും കണക്ക് അംഗീകരിക്കുന്നു. തർക്കത്തിനില്ല. കൊടുക്കേണ്ടത് തന്നെ. പിന്നെ പറയുന്നത് KSRTCക്ക് 160 കോടി കൊടുക്കാൻ ബാക്കിയാണ്. ഇതിനു പുറമെ പറയുന്ന ജൽജീവൻ മിഷൻ കരാറുകാർക്ക് 1,357 കോടി കൊടുക്കാനുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്ത വക 200 കോടി. ശരിയാണ്, 200 കോടി കൊടുക്കാനുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതി 300 കോടി. സപ്ലൈകോ
1525 കോടി, ഓണക്കിറ്റ് 158 കോടി, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 4558 കോടി. കരാറുകാരുണ്ട്, നമ്മുടെ നാട്ടിലെ ധാരാളം കരാറുകാർക്ക് പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്, അത് 16,000 കോടി. ഇതൊക്കെ ശരി തന്നെ, എല്ലാം കൂടി ചേർത്ത് അത്ര വരും 50,000 കോടി.